അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി ഉടനെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കുറേ പേരുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ കാണുന്നവരിൽ കുറേ പേരുടെയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും എൻഡ് ആവും, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ആവണം എന്ന് തീരുമാനിച്ചാലും നിങ്ങൾ തന്നെ വീണ്ടും ഇനിഷ്യേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഏതോ ഒരു മൊമെൻറ്റിൽ പിന്നെയും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ സെയിം നിങ്ങളുടെ പേഴ്സണും, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പോലും ഈ പേഴ്സൺ പഴയതുപോലെ തന്നെ നിങ്ങളോട് മിണ്ടിക്കൊണ്ട് വരുന്നു. വീണ്ടും റിലേഷൻഷിപ്പ് നല്ലപോലെ സക്സസ് ആയിട്ട് പോകുന്നു, വീണ്ടും പിണക്കം വരുന്നു. അപ്പോൾ എന്ത് ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ കുറേ പേരെങ്കിലും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റിലത്തെ മൂവിങ് ഓൺ എന്നൊരു കാർഡാണ്. എഗെയിൻ സെയിം ഒരു എനർജിയൊക്കെ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറേ പേരെങ്കിലും ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മൂവ് ഓൺ ആവണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിലേക്ക് പിന്നെയും ഈ ഒരു പേഴ്സൺ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പില്ലാത്തൊരു റിലേഷൻഷിപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഒന്നും വേണ്ട, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആവാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന പോലെയും ഫീൽ ആവുന്നുണ്ട്. നിങ്ങളായിരിക്കാം, മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ കുറേ പേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിട്ട് കുറേ നാളായി കാണും. അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു ഏതെങ്കിലും ഒന്ന് മൂവ് ഓൺ ആവാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇടേണ്ടായിരുന്ന തേർഡ് ഐ ചക്ര കാർഡാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കുറേ പേർക്കെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൊന്നും ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നില്ലേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വരുമായിരിക്കാം. പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ കൂടുതൽ പേർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര കാര്യമായിട്ട് നടക്കാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഒരു തുറന്ന സംസാരം, എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടും ഈ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യാൻ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയി പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ കുറേ കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എനർജി ഫീൽ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലാരിഫൈ ചെയ്തപ്പോൾ ഇന്ന് റീഡ് ചെയ്തിട്ട് ഒരു ആൻസർ എന്നോണം കിട്ടിയിട്ടുണ്ടല്ലേ? കാരണം ട്രാൻസ്ഫർമേഷൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾ കുറേ പേര് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ മനസ്സിൽ ആൻസർ കിട്ടാത്ത പല ഒരു ക്വസ്റ്റ്യൻസിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ പോകുന്നുണ്ട്. കാരണം ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഈ ഒരു പേഴ്സൺ വരാനായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിട്ട് കുറച്ചധികം നാളായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ഭയങ്കരമായിട്ട് ഇനി ഇനി വരില്ലേ എന്നുള്ളൊരു ഡൗട്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും ഇനിഷ്യേറ്റ് ചെയ്ത് ചെല്ലണോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ നിങ്ങളെ പോലെ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് മേ ബി ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നുണ്ടായിരിക്കാം. ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു സൈൻ എന്നോണം നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം. നമ്പർ 3, നമ്പർ 16, അതുപോലെ തന്നെ 34 എന്നുള്ള ഈ 3 നമ്പേഴ്സിന് ഈ റിലേഷൻഷിപ്പോടെ എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ പോസിബിലിറ്റി കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊരു സ്ലോ പ്രോഗ്രസ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും വെയിറ്റ് ചെയ്ത് ഇതുവരെ ഇനിയും വെയിറ്റ് ചെയ്യണോ എന്നുള്ളത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് കാർഡ് കണ്ടോ, വിക്ടറി ആൻഡ് സക്സസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ റിയൂണിയൻ ഉണ്ടാവാനായിട്ടും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളൊരു നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഇതിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരാണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയി പോയിട്ടുള്ളത്. എന്തൊക്കെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ വരുത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് ഇനി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓൺ ആൻഡ്
ഓഫ് ആവാതെ തന്നെ നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ഒരു കമ്മിറ്റ്മെന്റിന് ഈ ഒരു പേഴ്സൺ തയ്യാറാകുമായിരിക്കാം. മേ ബി അതായിരിക്കണം ഇവിടെ വിക്ടോറിയൻ സക്സസ് കാർഡൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ ഒരു നല്ല ചേഞ്ച് വരാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ റീഡിങ്ങിൽ ഓപ്പൺ ആക്കി ഇതുവരെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് റീഡിങ് കണക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ട്രാൻസ്ഫർമേഷനും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഒക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിബിൾ ആവാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമന്റ്സിലൂടെ എഴുതാവുന്നതാണ്. യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സിന് എഴുതാവുന്നതാണ്. നിങ്ങൾ കുറേ പേര് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര വിഷമത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നത്, ഒരു ഉറപ്പില്ലാത്ത റിലേഷൻഷിപ്പായിട്ട് ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. സോ നിങ്ങൾ ഇതിനെ വിഷമിക്കാണ്ടിരിക്കുക. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ റിയൂണിയൻ ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഈ റീഡിങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പേര് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ ഓക്കെ ആവോ, കാരണം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ പറയാ ഓക്കെ ആവും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആകും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ച് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പോട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കുക. നമ്പർ 35 കിട്ടിയിട്ടുണ്ട്, ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്, ലെറ്റർ സി കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്പർ 12 ആണ്. ഓക്കെ, ലെറ്റർ വി കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ എന്നുള്ളൊരു ഡേ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. വോയിസ് എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ പേഴ്സണ് കുറേയധികം ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വോയിസ് നിങ്ങൾക്ക് കുറേയധികം ഇഷ്ടമായിരിക്കാം. ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്രിയേറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഈഗോ എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഈഗോസ് ഒക്കെ ഉള്ളവരായിരിക്കാം. റെഡ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ആർ ആണ്. ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗവൺമെന്റ് ജോബ് എന്നുള്ളൊരു ക്ലൂ ആണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഗവൺമെന്റ് ജോബ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് എങ്കിലും ചെയ്യാണ്ട് പോകരുത്. എൻ്റെ ഒരു ജനറൽ റീഡിംഗ് ആണ്, എങ്കിലും നിങ്ങളിൽ കാണുന്നവരിൽ എത്ര പേർക്ക് ഇത് കണക്ട് ആവുന്നുണ്ട്, റീഡിംഗ് ആയിക്കോട്ടെ ക്ലൂസ് ആയിക്കോട്ടെ ഒക്കെ മാച്ച് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ പറയാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരട്ടെ. അടുത്ത റീഡിംഗ് ആയിട്ട് കാണാം. അതുവരേക്കും